നമസ്കാരം. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ നിന്നും വിട്ടുനിൽക്കുന്ന സൊമാലിലാൻഡ് എന്ന പ്രദേശത്തെ രാജ്യമായി അംഗീകരിച്ച് ഇസ്രായേൽ. ഫലസ്തീനിൽ സ്ഥാപിച്ച ഇസ്രായേൽ രാഷ്ട്രവുമായി അറബ് രാജ്യങ്ങൾ ബന്ധം സ്ഥാപിക്കാൻ യു.എസ്. കൊണ്ടുവന്ന എബ്രഹാം ഉടമ്പടിയുടെ ഭാഗമായാണ് നടപടി. സൊമാലിലാൻഡിന്റെ പ്രസിഡന്റാണെന്ന് അവകാശപ്പെടുന്ന അബ്ദുറഹ്മാൻ മുഹമ്മദ് അബ്ദുല്ലാഹിയും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിനും ഫോണിലൂടെ സംസാരിച്ചു. അബ്ദുറഹ്മാൻ മുഹമ്മദ് അബ്ദുല്ലാഹി ഇസ്രായേൽ സന്ദർശിക്കണമെന്ന് നെതന്യാഹു ആവശ്യപ്പെട്ടു. അതേസമയം ഇസ്രായേലി നടപടി തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള അക്രമമാണെന്ന് സൊമാലിയ സർക്കാർ അറിയിച്ചു. സൊമാലിലാൻഡ് സൊമാലിയയുടെ അവിഭാജ്യ ഘടകമാണെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. ഇസ്രായേലി തീരുമാനത്തെ ഈജിപ്തും തുർക്കിയും ജിബൂത്തിയും തള്ളി. സൊമാലിയക്കൊപ്പമാണ് തങ്ങളെന്ന് ഈ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ പ്രസ്താവനയിൽ അറിയിച്ചു. 1991 സൊമാലിയയിൽ നിന്നും തങ്ങൾ വിട്ടുപോയെന്നാണ് സൊമാലിലാൻഡിലെ രാഷ്ട്രീയക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതുവരെ ഒരു യു.എൻ. അംഗരാജ്യവും ഇത് അംഗീകരിച്ചിരുന്നില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യു.എ.ഇ. സൊമാലിലാൻഡുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. സൊമാലിലാൻഡിന് അംഗീകാരം നൽകുമെന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗസ്റ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ആഫ്രിക്കയുടെ കൊമ്പ് എന്ന് അറിയപ്പെടുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സൊമാലിലാൻഡിലെ ബെർബറയിൽ യു.എ.ഇക്ക് വലിയ സൈനിക സന്നാഹമുണ്ട്. സമുദ്രത്തിലെ നിയന്ത്രണം നിലനിർത്താനും യെമനിലെ ഓപ്പറേഷനുകൾക്കും യു.എ.ഇയെ ഇത് സഹായിക്കുന്നു. ബാബ് അൽ മദേബ് കടലിടുക്കിന് സമീപത്തെ വാണിജ്യ താൽപര്യം സംരക്ഷിക്കാൻ ഈ പ്രദേശം അനിവാര്യമാണെന്ന് യു.എസും വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്.